നമസ്കാരം. ഇക്കഴിഞ്ഞ ഡിസംബർ 13-ന് പാർലമെന്റിൽ നടന്ന സവിശേഷമായ ഒരു പ്രതിഷേധം രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ തങ്ങളുടെ ദുരവസ്ഥ വെളിപ്പെടുത്താൻ ലക്ഷ്യമിട്ട 4 ചെറുപ്പക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. 4 പേരിൽ ഒരാൾ റിക്ഷ ഡ്രൈവർ, ഒരു കർഷകൻ, ഒരു സർക്കാർ ജോലിമോഹി, ഒരു ദിവസവേതനക്കാരൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കർണാടകയിൽ നിന്നുള്ള BJP MP പ്രതാപ് സിംഹയാണ് അവർക്ക് സന്ദർശക പാസ് നൽകിയത്. പാർലമെന്റിൽ പ്രവേശിച്ച ഇരുവരും ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച സ്പ്രേ ബോട്ടിൽ പുറത്തെടുത്ത് മഞ്ഞ പുക പാർലമെന്റിനകത്ത് പറത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. 2001-ൽ പാർലമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ 21-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് യുവാക്കളുടെ ഈ പ്രകടനം നടന്നത്. ഏതാണ്ട് അതേ സമയത്ത് അമോൽ ഷിൻഡെയും കൂട്ടുകാരി നീലം ആസാദും പാർലമെന്റ് വളപ്പിന് പുറത്ത് താനേ ഷാഹി നെഹി ചലേഗി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കാനിസ്റ്ററുകളിൽ നിന്ന് നിറമുള്ള വാതകം പറത്തുന്നതും കാണാമായിരുന്നു. ഹരിയാനയിലെ ജിന്ദിൽ നിന്നുള്ള നീലം ആസാദ് MA, MEd, MPhil കൂടാതെ ദേശീയ യോഗ്യതാ പരീക്ഷയും പാസ്സായ യുവതിയാണ്. എന്നിട്ടും അവൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. തങ്ങളുടെ സാഹസിക പ്രകടനത്തിനിടെ സ്വേച്ഛാധിപത്യത്തിനെതിരായും ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടിയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയുമായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ. അവർ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നീ വിളികളും മുഴക്കി. ഇവർ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. 1929-ൽ സെൻട്രൽ അസംബ്ലി ഹാളിൽ വെച്ച് വിപ്ലവകാരിയായ ഭഗത് സിംഗ് നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് യുവാക്കൾ പ്രചോദിതരായതെന്നാണ് വാർത്തകൾ വ്യക്തമാക്കിയത്. ഭഗത് സിംഗ് തന്റെ സുഹൃത്ത് ബടുകേശ്വർ ദത്തിനൊപ്പം സന്ദർശക ഗാലറിയിൽ നിന്ന് ഒരു ബോംബെറിഞ്ഞു. ആർക്കും പരിക്കില്ലെന്ന് ഉറപ്പാക്കിയാണ് അവർ ബോംബെറിഞ്ഞത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ അവർ നിയമസഭയിൽ ലഘുലേഖകൾ എറിയുകയും ചെയ്തു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ UAPA പ്രകാരം 4 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും ശക്തമായ ശ്രമമായി ഈ സംഭവം എന്ന് പറയാതിരിക്കാനാവില്ല. തങ്ങളുടെ ശബ്ദം മാധ്യമങ്ങൾ ചെവിക്കൊള്ളില്ലെന്ന് അറിയാവുന്നതിനാൽ അന്ന് ഭഗത് സിംഗും സഖാക്കളും സാഹസികമായ രീതിയാണ് അവലംബിച്ചത്. ഗോഡി മീഡിയ എന്ന് ഉചിതമായി വിളിക്കപ്പെടുന്ന ഇക്കാലത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ സാധാരണക്കാരുടെ ആശങ്കകളോട് തീർത്തും നിസ്സംഗത കാണിക്കുന്ന നിലവിലെ സാഹചര്യത്തിന് അക്കാലവുമായി അസാധാരണമായ ഒരു സാമ്യമുണ്ട്. വിലക്കയറ്റം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും മാധ്യമങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല എന്നതാണ് ഇന്നത്തെ നില. 2014-ൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. മോദി ഭരണം 10-ാം വർഷം പിന്നിടുമ്പോൾ യഥാർത്ഥ ചിത്രം തികച്ചും വിപരീതമാണ്. ചെറുകിട ഗ്രാമീണ മേഖലയിൽ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ തൊഴിലവസരങ്ങൾക്കുള്ള ആദ്യത്തെ വലിയ പ്രഹരമാണ് നോട്ട് നിരോധനത്തിലൂടെ ഉണ്ടായത്. ഒട്ടുമിക്ക അസംഘടിത മേഖലകളിലും ജോലി സമയം പ്രതിദിനം 8-ൽ നിന്ന് 12 മണിക്കൂറായി ഉയർന്നു. മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് സെപ്റ്റംബറിലെ 7.09% നിന്ന് ഒക്ടോബറിൽ 10.05% ഉയർന്നു. ഇത് 2021 മെയ്ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു. ഗ്രാമീണ തൊഴിലില്ലായ്മ 6.2% നിന്ന് 10.82% ഉയർന്നു. നഗരനിരക്ക് 8.44 തുടരുകയാണ്. കഴിഞ്ഞ മാസം ഇൻഫോസിസും വിപ്രോയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടെക് സർവീസ് ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾ കോളേജ് ബിരുദധാരികളെ നിയമിക്കുന്നത് നിർത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ആയിരക്കണക്കിന് പുതിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ജോലി സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. പ്രതിഷേധത്തിനുള്ള ജനാധിപത്യ ഇടങ്ങൾ ചുരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. സർവകലാശാലകൾ വിദ്യാർത്ഥി യൂണിയനുകളുടെ തെരഞ്ഞെടുപ്പ് തടയുകയും സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന സെമിനാറുകൾ തടയുകയും ചെയ്യുന്നു. നിരാശരായ വിദ്യാർത്ഥികളോ യുവാക്കളോ തെറ്റായ മാർഗങ്ങളിലൂടെയാണെങ്കിലും തങ്ങളുടെ വേദന പ്രകടിപ്പിക്കുന്നതിൻ്റെ അനുഭവമാണ് സർക്കാർ അവർക്കെതിരെ UAPA ചുമത്തിയതിലൂടെ പ്രകടമായത്. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഈ നടപടി ഗുരുതരമായ ലംഘനമാണെന്നും ഇതിന് പിന്നിലെ ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞതിൽ എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് സംശയമാണ്. പാർലമെന്റിലെ സുരക്ഷാ സംവിധാനത്തിന്റെ കവചത്തിലെ പൊള്ളത്തരം യുവാക്കളുടെ ചങ്കൂറ്റം തുറന്നുകാട്ടിയെന്നത് സത്യമാണ്. ഈ ചെറുപ്പക്കാരുടേതുപോലുള്ള ചെറിയ ശ്രമങ്ങൾ തടയാൻ പോലും അത് അപര്യാപ്തമാണ് എന്നും കളർ സ്പ്രേ സംഭവം തെളിയിച്ചു. മറുവശത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെ പ്രതിഷേധക്കാർ ഉയർത്തിയ വിഷയങ്ങളെ ഒരുതരം ഗൂഢാലോചനയായി കാണുന്നതിനു പകരം അത് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു എന്നതാണ് പ്രധാനം. ഈ വ്യക്തികൾ ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്ന് വ്യക്തമാണ്. വിഷയത്തെ അങ്ങനെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെങ്കിലും ഇന്നത്തെ
ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഭാഗ്യത്തിന് അവരിൽ ആരും മുസ്ലിങ്ങളല്ല. അവർ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനയിൽപ്പെട്ടവരുമല്ല. ഇസ്ലാമോഫോബിയ തീവ്രമാക്കാനുള്ള അവസരമാണ് ഭരണകൂടത്തിന് അതിലൂടെ നഷ്ടമായത്. ഭഗത് സിംഗിനോടുള്ള അനുഭാവം അധരവ്യായാമത്തിൽ മാത്രം പോരാ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോടുള്ള ഭഗത് സിംഗിന്റെ ആശങ്ക എടുത്തു പറയേണ്ടതാണ്. അക്രമത്തിന്റെ പാത അയാൾ ഉപേക്ഷിച്ചു. ജനകീയ മുന്നേറ്റത്തിലൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിയിരുന്നു. 1929 അദ്ദേഹത്തിന്റെ ആക്രമണം ബധിരർ കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ആരെയും ദ്രോഹിക്കാനല്ല. നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ മാർഗനിർദ്ദേശത്തിനായി നമ്മുടെ യുവാക്കൾ ഭഗത് സിംഗിലേക്ക് തിരിയുന്നുവെന്നതും ഭഗത് സിംഗിന്റെ പേരിൽ നിരവധി ഗ്രൂപ്പുകൾ ഉയർന്നു വന്നിരിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. അവരെ വില്ലന്മാരായി ചിത്രീകരിക്കാൻ ഗോദി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുയർത്തുന്ന വിഷയങ്ങൾ ശരിയായ മനോഭാവത്തോടെ സമീപിക്കാൻ കഴിയേണ്ടതുണ്ട്. യുവാക്കളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അവരുടെ പ്രചോദനം ഏതെങ്കിലും ഭീകരവാദ പ്രത്യയശാസ്ത്രത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയിൽ നിന്നാണ്. 4 പേരും തെറ്റായ രീതിയാണ് സ്വീകരിച്ചത് എന്നതിൽ സംശയമില്ലെങ്കിലും അവരുടെ വേദന തിരിച്ചറിയണം. നമ്മുടെ തൊഴിൽ സൃഷ്ടിക്കൽ നയം പരിഷ്കരിക്കുക എന്ന അവരുടെ ലക്ഷ്യം അവരുടെ ദൗത്യത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്നതിനേക്കാൾ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസത്തിന്റെ പ്രസിഡന്റ് രാം പുനിയയുടെ ലേഖനം പൂർണ്ണമാവുന്നത്.